Hi friends, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പർദ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുതിർത്ത് വെക്കാം ഒരു മണിക്കൂർ. ഇനി ബിരിയാണിക്ക് വേണ്ട പർദ റെഡിയാക്കാം. അതിനു വേണ്ടി 1.5 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ കലക്കി വെച്ച വെള്ളവും പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിനെക്കാട്ടും ലൂസ് രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ രീതിയിലാണ് നിങ്ങൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടയിട്ട് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ 1.5 മണിക്കൂർ വെക്കണം കേട്ടോ നിങ്ങൾ. ഇനി നമ്മൾ ബിരിയാണിക്ക് വേണ്ട പരിപാടികൾ നോക്കാം. ആദ്യം നമുക്ക് സവാള വറുത്തിട്ടെടുക്കാം. ഇത് ബ്രൗൺ കളർ ആകുന്നവരെ നിങ്ങൾ നല്ലോണം വറുത്തെടുക്കുക. ഇപ്പൊ ഫ്രണ്ട്സ്, ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി ചിക്കൻ മസാല പെരക്കി വെക്കുക. ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ വറുത്ത സവാളേൻ്റെ പകുതി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പുളിയില്ലാത്ത കുറച്ച് തൈര്, പൊടികൾ ആഡ് ചെയ്യുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് ചോറ് റെഡിയാക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ചോറൊട്ടാതിരിക്കാൻ കുറച്ച് ഓയിൽ, കുറച്ച് നാരങ്ങേൻ്റെ നീരും. വെള്ളം തിളക്കുന്നുണ്ട്. ഇനി അരി ഇട്ട് കൊടുക്കാം. അരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. നേരത്തെ സവാള വറക്കാൻ ഉപയോഗിച്ച സെയിം എണ്ണ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക് ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് തക്കാളി, ഇനി ആവശ്യത്തിന് ഉപ്പിടാം. തക്കാളി നല്ലോണം വാടി വരുന്നവരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക. തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ചു വെക്കാം. ഇത് നിങ്ങൾ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം നമുക്ക് ചോറ് നോക്കാം. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് ഊറ്റിയെടുക്കാം.
ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് പുതിനയും മല്ലിച്ചപ്പ് കൊടുക്കാം. ഇനി ചിക്കൻ നോക്കാം. ചിക്കൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി പർദ ദം റെഡിയാക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നിങ്ങൾ വെലിങ്ങനെ തന്നെ പരത്തിയെടുക്കുക. ഈ രീതിയിലാണ് നിങ്ങൾ പരത്തിയെടുക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അധികം നൈസായിട്ട് നിങ്ങൾ പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഈ പാത്രത്തിലാണ് ദമ്മിടാൻ പോകുന്നത്. ആദ്യം തന്നെ എണ്ണ തടയി കൊടുക്കുക. ഈ സൈഡിലെല്ലാം തടയി കൊടുക്കണം കേട്ടോ. ഇത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം. ഇനി ദമ്മിടാം. കുറച്ച് മല്ലിച്ചപ്പും പുതിന ആദ്യം ഇടാം. ഇനി ചോറ്, ചിക്കൻ എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത സവാള കുറച്ച്, പുതിന മല്ലിച്ചപ്പ്, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കളറിന് വേണ്ടി മഞ്ഞൾ പാലിൽ കലക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടയി കൊടുക്കും. ആ സമയത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതെടുത്തിട്ട് തിളച്ചെള്ളത്തിലേക്ക് വെക്കാം. ഇതൊരു 5 മിനിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റാം. ഇനി ഈ ഭാഗം കൂടിയായ ഞാൻ വേറെ നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് മല്ലന പൊന്തിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പർദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചൂടാറിന് ശേഷം ഈ പർദ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട്സ് കണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പർദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.